السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين، أما بعد. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, സദസ്സിലെത്തിച്ചേർന്ന അതിഥികൾ, പരിപാടി നിർവഹിക്കുന്ന നേതാക്കൾ, സദസ്സിൽ സന്നിഹിതരായ ഉലമാക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, സാധാരണക്കാർ, എല്ലാവർക്കും വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്പം അസുഖമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. മുഅ്മിന്റെ ആയുധം സിലാഹുൽ മുഅ്മിനി അദ്ദുആ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആയുധം സർവജ്ഞനായ അല്ലാഹുവിനോടുള്ള ദുആയാണ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മക്ക, മദീന, ഈജിപ്ത്, ഖത്തർ, ദുബൈ, കുവൈത്ത്, ഒമാൻ, എല്ലാ സ്ഥലത്തു നിന്നും സാധുവായി എനിക്ക് സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ഈ ദുആകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇനിയും ഒരു കാലം, ഒരുപാട് കാലം അല്ലാഹുവിൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, ദിവസം കൊണ്ടും മറ്റും കൊണ്ടും ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് കൂടെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ചെമ്പറുകുണ്ട എന്ന് പറയുന്നത് ചെറിയ ഒരു ഗ്രാമമാണ്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പരിശോധിക്കുമ്പോൾ, എണ്ണി നോക്കുമ്പോൾ 1000-ഓളം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ അധികമോ വീടുകളുള്ള മഹല്ലുകളാണ്. ചെമ്പറുകുണ്ട എന്ന് പറയുന്നത് ശുഷ്കിച്ച ചെറിയ ഒരു മഹല്ല. ഈ മഹലിനെ വളരെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സഹകരിച്ച മഹല്ല് നിവാസികൾ, മറ്റ് അടുത്ത മഹല്ല് നിവാസികൾ, ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. തന്നെയുമല്ല, നമ്മൾ കാണിച്ചു തന്ന മഹത്തായ സംരംഭത്തിന് ഖിയാമത്ത് നാൾ വരെ ആ സുന്നത്ത് ജമാഅത്തിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന പ്രഖ്യാപനം ഈ മഹല്ലുകാരിൽ നിന്നും അടുത്ത മഹല്ലുകാരിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട ഈ ചെറിയ മഹല്ലിനെ ഭദ്രമായ മഹല്ല് കമ്മിറ്റി, നല്ല ദേവ കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, സെക്കൻഡറി മദ്രസ എന്നിങ്ങനെ ഒരു മഹല്ലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ ആ കാര്യങ്ങളൊക്കെയും ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് ആലിമ്യങ്ങൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്, സയ്യിദന്മാരെ സന്ദർശിക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെപ്പോലെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗഹൃദ ബന്ധത്തിന്, ഈ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മളുടെ ഈ സംരംഭത്തിന് എന്നും നിലനിർത്തി പൊന്നാര നബിയോടുള്ള സ്നേഹം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കുന്ന ഒരു രാജ്യമായി ഈ രാജ്യത്തെയും ഈ ഗ്രാമത്തിനെ അല്ലാഹു ആക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഈ സംരംഭം കണ്ട് സന്തോഷിക്കുന്ന എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയുമാണ്. ഈ സംരംഭത്തിന് വേണ്ടി ഒരുപാട് സഹായം ചെയ്തവരിവിടെയുണ്ട്. ഈ സ്ഥലത്തിനെ സൗകര്യപ്പെടുത്തി തന്ന കുടുംബമുണ്ട്. ആ കുടുംബത്തിനും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാമ്പത്തികമായി വലിയും പല സഹായങ്ങളും നൽകി ഈ സംരംഭത്തിന് മുതൽക്കൂട്ടായി സുബ്ഹാനല്ലാഹ് ഈ ചെറിയ മഹലിൽ വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിച്ച പ്രതിഫലം രണ്ടുപേർക്കും നൽകുമാറാകട്ടെ. പൊന്നാര നബിയോടുള്ള അങ്ങേയറ്റ സ്നേഹം വഴി ഈ മനുഷ്യനിക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണുന്നുണ്ട്, മുഅ്മിനായ മനുഷ്യന് മരിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം, ഒരു മുഅ്മിനായ മനുഷ്യന് ഖബറിൽ കിടക്കാൻ പറ്റിയ സ്ഥലം അത് മദീനയാണ് എന്ന് അഷ്റഫുൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു മുമ്പ് കാലത്ത് നമ്മുടെ ഹാജിമാരൊക്കെ ഇവിടുന്ന് ഹജ്ജിന് പോകുമ്പോൾ അവർക്കുള്ള കഫംപട ശരിക്ക് തിരുമ്പി ഉളക്കി കൊണ്ടുപോയ ചരിത്രം എത്രയോ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മദീനത്ത് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ബന്ധം മുഴുവൻ മദീനയോടാകണം, അല്ലാഹുവിന്റെ റസൂലിനോടാകണം. പലപ്പോഴും ഞാൻ അതോർത്തിട്ടുണ്ട്, റബീഉൽ അവ്വൽ 1 വരുമ്പോൾ സാധുവായ ഞാൻ ഈ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ചെറുതും വലുതും ആണും പെണ്ണും അവരെ കൊണ്ട് കഴിയുന്നതിൽ പരമാവധി സംഭാവനകൾ നൽകി എല്ലാം ആവേശപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക. ഈ നിലപാട് എക്കാലത്തും ഈ മാല് നിലനിർത്തണമെന്ന് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുവായ എൻ്റെ രോഗത്തിനെ സുഖപ്പെടുത്തി തിരുമാറാകട്ടെ. ആമീൻ. നമ്മളുടെ എല്ലാവരുടെയും അസുഖത്തിന് സുഖപ്പെടുത്തി തിരുമാറാകട്ടെ. ആമീൻ. മാത്രമല്ല അടുത്ത് മരിച്ചുപോയ മീനുകയക്ക, അതുപോലെ കുളുമോളൻ ഹാജി, അതിൻ്റെ മുമ്പും മരിച്ചുപോയ പലരും എല്ലാവരുടെയും ഖബർ അല്ലാഹു സന്തോഷമാക്കട്ടെ. എന്ത് ദോഷമുണ്ടെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്. നീ എന്തിന് പുറത്തു കൊടുത്തു എന്ന് ചോദിക്കാനാളില്ല. അതുകൊണ്ട് നമ്മൾ ആളുകളിൽ ആരെങ്കിലും ദോഷം ചെയ്യുന്നവരുണ്ടെങ്കിലും നിങ്ങളെ പഴി പറയരുത്. അർഹമുർ-റഹീമായ അല്ലാഹു അയാളിൽ നിന്ന് കിട്ടിയ എന്തോരു ഗുണം കൊണ്ട് അയാൾ സർവ്വദോഷവും പുറത്തു കൊടുക്കാം. ആ പുറത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞു മരണപ്പെട്ടവരെ എല്ലാവരെയും നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആക്കുകയും ഈ സദസ്സിനെ ഇവിടെ സംവിധാനിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച് സംഭരിച്ച സംഘടന പ്രവർത്തകർ, ഞാനിപ്പോൾ കണ്ടില്ല, നിങ്ങൾ ഇവിടെയുള്ള സുന്നി യുവജന സംഘത്തിൻ്റെ അതിന് കുറെ കാലം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസ ബോർഡിൻ്റെ, മർക്കസിൻ്റെ, മുസ്ലിം ജമാഅത്തിൻ്റെ, SMA-യുടെ എല്ലാ സംഘടനയും തലപ്പത്തി വന്നതായ കാന്തപുരം ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഉടനെ സാധുവായ എൻ്റെ പേര് പറയും. ഞാനതിന് അർഹനായിട്ടല്ല. കേരളത്തിൽ സുന്നത്തി ജമാഅത്തിന് ഏതെല്ലാം വലിയ സംഘടനകളോ അതിൻ്റെ തലപ്പത്തി ഒന്നിരിക്കൽ പ്രസിഡന്റുകളെ വൈസ് പ്രസിഡന്റായ സാധുവായ ഞാനുണ്ട്. ഇതൊക്കെയും ഒരു കിബറായിട്ട് ഞാൻ പറയുകയല്ല. അള്ളാഹു ചെയ്ത നിഅമത്താണ്. അള്ളാഹു ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് അവസാനം ആഗ്രഹമുള്ളത്, നിങ്ങളാകുന്ന എൻ്റെ കൂട്ടുകാർ, അതുപോലെ അടുത്ത മാലിന്യത്തിൻ്റെ കൂട്ടുകാർ,
പലരും സാധുവായ എന്നെ കാണാൻ വരുമ്പോൾ പലതും പറഞ്ഞ് കരയാറുണ്ട്. അതൊക്കെ അള്ളാഹു അറിയുന്നവനാണ്. നിങ്ങളൊക്കെയും ദുആ ചെയ്യണമെന്നും ഈമാൻ കിട്ടി മരിക്കലാണ് ഇന്ന് പരമമായ ലക്ഷ്യം. ആ ഈമാൻ കിട്ടി മരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിന്നലെ പ്രചോദനം നൽകിയ നമ്മുടെ വാപ്പന്മാർ, ഉമ്മമാര്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പല ഉമ്മമാരും ബാപ്പന്മാരും ചെറിയ മഹല്ലത്തിൽ ജുമയില്ലാത്ത മഹല്, പള്ളിയില്ലാത്ത മഹല്, മദ്രസയില്ലാത്ത മഹല്, അങ്ങനത്തെ ഒരു മഹല്ലത്തിനെ വളർത്തിക്കൊണ്ടുവന്ന് ഈ സംഘടനയുടെ തലപ്പത്തെത്തിക്കുവാൻ ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾക്ക് സാധിച്ചു. അതോർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും സാധുവായ എൻ്റെ ഈമാൻ കിട്ടിയ മരണത്തിന് വേണ്ടി ദുആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അതുപോലെ അവസാനം സ്വർഗ്ഗലോകത്തെ ഒരുമിച്ച് വിടുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ സ്ഥാപനത്തിന്, ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ സംഗമത്തിന് വേണ്ടി എന്തെല്ലാമോ സഹായങ്ങൾ പല കുടുംബങ്ങളും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ സംഭാവനകളുടെ ദായിക്കുന്നു കിട്ടിയിട്ടുണ്ട്. പലരും ചെയ്തിട്ടുണ്ട്. 5000-വും 10,000-വും അതിനപ്പുറവുമായി ചെയ്തിട്ടുണ്ട്. എല്ലാ സഹായവും അള്ളാഹുവെ നീ സ്വീകരിക്കണേ അള്ളാഹ്. പഠിച്ചവനെ അതൊക്കെ മുത്തുനബിയോടുള്ള സ്നേഹവും അവസാനം ഈമാൻ കിട്ടി മരിക്കുന്നതിന് കാരണമാക്കണേ അള്ളാഹ്, കാരണമാക്കണേ അള്ളാഹ്. ഈ പ്രിയപ്പെട്ട ഈ സദസ്സ് സമ്മേളിച്ചപ്പോൾ ഓർക്കാനുള്ള ഒന്ന് സംസ്ഥാനമാണ് ഈ നഗരി അദ്ദേഹത്തിൻ്റെ പേരിലാണ്. എൻ്റെ ഒരു വലൽ കൈയായി എന്തു പറഞ്ഞാലും ഞാനില്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ഇസ്ലാമിൻ്റെ ദിക്ർ കേൾക്കാതെ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സുന്നത്തി ജമാഅത്തിന്റെ തലപ്പത്ത് പ്രവർത്തിച്ച ഒരു മാന്യനായിരുന്നു മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ രാത്രി എന്നെ പാതകത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മളെ മൂസമരിയാർ പോയി. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെയും പറഞ്ഞു പോയി. ഈ പോയി എന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അന്ന് രാത്രി പൊരിയക്കൂടല്, അന്ന് മൗലൂദോതി കൂടെ ഭക്ഷണം കഴിച്ച് അവരവരെ വീട്ടിലേക്കും മൂസമരിയാരുടെ വീട്ടിലേക്കും പോയി. ആ ഭക്ഷണം ഒപ്പം കഴിച്ചവരാണ് വിളിച്ചു പറയുന്നത് പോയി പോയി എന്ന്. ഞാൻ ചോദിച്ചു എന്ത് പോയി എന്നാ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു വഫാത്തായി പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനത്തെ മൂസമരിയാരുടെ നഗരിയാണിത്. അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, ഖബർ സന്തോഷമാക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടെ പല പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു തആല ഈ നാടിനെ യതീമാക്കിയിട്ടില്ല. അൽ-ലിസാൻ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ആലിമീങ്ങളുണ്ട്. അബൂ മുസ്ലിം എന്ന നമ്മളെ കമ്മിറ്റിൻ്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ അതിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ ആദിയുണ്ട്. നമ്മളെ മഹല്ല് യതീമായിട്ടില്ല. അതുപോലെ ഉസ്താദുണ്ട്. അതുപോലെ ആലിമീങ്ങളും താലിമീങ്ങളും പലരും ഉണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല. ഈ മഹലിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ മഹലിൻ്റെ ഉന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആലിമീങ്ങളും, അൽ-ലിസാനിലുള്ള വലിയ പ്രിൻസിപ്പൽ അടക്കമുള്ള ആലിമീങ്ങൾ സയ്യിദി ഉസ്താദിനെ പറ്റി പറയുമ്പോൾ ഈ നാട്ടുകാരനെ പോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഇത്രയും അഭിവൃദ്ധിയിലേക്ക് ബുദ്ധിപരമായി എത്തിക്കാൻ അങ്ങേയറ്റം സഹായിച്ച അവരൊക്കെയുണ്ട്. എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അവസാനം മുഅ്മിനീങ്ങളായി മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സാധുവായി എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും, എൻ്റെ കുടുംബം പാവപ്പെട്ട കുടുംബമാണ്. ഒന്നുമില്ലാതെ ചെറിയൊരു 10-20 സെന്റ് ഭൂമിയിൽ വന്ന് താമസിച്ചവരാണ്. പക്ഷേ ഒരുപാട് നിഅമത്ത് അല്ലാഹു ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് നിഅമത്തുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും 3 ആളുകൾ എനിക്കെന്താവശ്യമുണ്ടോ ചെയ്തു തരാൻ ആളുകൾ. ഇതൊക്കെ അല്ലാഹു ചെയ്യുന്ന നിഅമത്താണ്. നിങ്ങൾ ഒക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മിച്ചുകൊണ്ട്
അള്ളാഹുവിനെ ഓർക്കുന്ന ഒരവസരം നമുക്കൊക്കെ ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആഖിർ. അപ്പോൾ ഈ മഹത്തായ സംരംഭത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.